Momma's dishwash liquid. Soft on hands. പൗരത്വ ഭേദഗതി നിയമം എന്ത് വന്നാലും നടപ്പിലാക്കുമെന്ന് പറയുന്ന അമിത്ഷയെ താങ്ങി നടക്കുന്ന സംഘി ഭീകരന്മാർ അറിയാൻ വേണ്ടിയിട്ട് പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട പ്രതിഷേധത്തിനിടയിൽ എനിക്കും 11 ദിവസം അകത്ത് കിടക്കേണ്ടി വന്നിട്ടുണ്ട്. കാസർകോട്ടെ സർക്കിൾ ഇൻസ്പെക്ടർ അബ്ദുൾ റഹീമിന്റെ കോളർ പിടിച്ചടിച്ചു എന്നുള്ളതാണ് എനിക്കെതിരെയുള്ള കേസ്. അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. 11 ദിവസം ഞാൻ അകത്ത് കിടന്നിട്ടുണ്ട് എങ്കിൽ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ ഇനിയും നടക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ആ പ്രതിഷേധങ്ങളുടെ മുൾമുനയിൽ ഇനിയും 11 ദിവസമല്ല 1100 ദിവസങ്ങൾ അകത്ത് കിടക്കാനും ഞങ്ങൾ തയ്യാറാണ്. അങ്ങനെ ഉറച്ച നിലപാട് പ്രഖ്യാപിക്കാനുള്ള കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൗരത്വ ഭേദഗതി നിയമം എന്ന് പറയുന്ന നിയമം വലിച്ചു കയറേണ്ട നിയമമായത് കൊണ്ട് മാത്രമാണ്. മുസ്ലിങ്ങളെ ഈ രാജ്യത്ത് നിന്ന് നാടുകടത്തിയതിനു ശേഷം സ്വസ്ഥമായി സമാധാനമായി ഈ രാജ്യം ഭരിക്കാമെന്ന് ആഗ്രഹിക്കുന്ന സംഘി ഭീകരന്മാരുടെ അണ്ണാക്കിലേക്ക് ശക്തമായ മറുപടി തരുന്നതിന്റെ പേരിൽ ഏതെങ്കിലും തരത്തിൽ അനീതിയുടെ മുന്നിൽ ഇരയാക്കപ്പെടേണ്ടി വന്നു കഴിഞ്ഞാൽ അത് ഞങ്ങൾ പോട്ടെ എന്ന് വെക്കും. കാരണം പൗരത്വ ഭേദഗതി നിയമം ഈ രാജ്യത്ത് നടപ്പിലായി കഴിഞ്ഞാൽ അത് ഞങ്ങളെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ്. രാജ്യത്തെ മതേതര വിശ്വാസികളായ ഹിന്ദുവിനെയും മുസൽമാനെയും ക്രൈസ്തവനെയും ജൈനനെയും പാഴ്സിയെയും ബുദ്ധനെയും വെല്ലുവിളിക്കുന്നതിന് സമാനമാണ് ആ നിയമം ഈ രാജ്യത്ത് നടപ്പിലായി കഴിഞ്ഞാൽ. സുപ്രീം കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിലനിൽക്കവേ 2021 അതായത് മാസങ്ങൾ കഴിഞ്ഞാൽ ആ നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നു എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ ലഭിക്കുമ്പോൾ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ, അതുമായി ബന്ധപ്പെട്ട സമരങ്ങൾ, പ്രക്ഷോഭങ്ങൾ എന്തുകൊണ്ടാണ് നിലവിലില്ലാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊതുവികാരം മാനിച്ചുകൊണ്ട് മാത്രമാണ്. പൊതുവികാരം കൊറോണയ്ക്കെതിരാണ്. അതായത് കൊറോണയ്ക്കെതിരെയുള്ള യുദ്ധം നടക്കുന്ന സമയത്ത് പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട സമര പ്രക്ഷോഭങ്ങൾ നടത്തിക്കഴിഞ്ഞാൽ അത് വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നുള്ളത് കൊണ്ട് മാത്രമാണ് മിണ്ടാതെ അടങ്ങി ഒതുങ്ങിയിരുന്നത്. എന്നാൽ നിങ്ങൾ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണ് എങ്കിൽ കോവിഡ് പ്രോട്ടോകോളുകൾ പാലിച്ചുകൊണ്ട് കൃത്യമായ കോവിഡിന്റെ മാനദണ്ഡങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള വൻ പ്രക്ഷോഭങ്ങൾ നിങ്ങൾ കാണേണ്ടി വരും. അങ്ങനെയൊന്നും നിങ്ങളുടെ ആശ, നിങ്ങളുടെ പൂതി നടപ്പിലാക്കാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല. കൂടെ ഹിന്ദുവുണ്ട്, മുസൽമാനുണ്ട്, ക്രൈസ്തവനുണ്ട്, നാനാ മതജാതി ഭേദമന്യുള്ള മനുഷ്യന്മാരുണ്ടാകുമെന്നുള്ളത് ഓർമ്മപ്പെടുത്തുന്നു. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. Momma's dishwash liquid. Soft on hands.